ചക്കയൊക്കെ തീർക്കുന്നുണ്ടാവും അല്ലേ? ചക്ക, കശുവണ്ടി ഇതൊക്കെയാണ് ആന ഇവൻ വന്നിട്ട് ഇപ്പോഴത്തെ. ഈ ബാക്കിയുള്ള ചക്ക ഇപ്പൊ ഇവിടെ നമ്മൾ കയറി കണ്ടോ? ഇത് വരും, അടുത്ത ട്രിപ്പ് എന്തായാലും വരും. ഒറ്റ ഒരുത്തന് ഒരു കൊമ്പൻ ഒരുത്തൻ തന്നെ നടപ്പുണ്ട്. അവന് പേടിയോ കാര്യങ്ങളോ പടക്കം പൊടിച്ചാലോ ഒന്നും പേടിയില്ല. അവൻ വന്ന് ഇങ്ങനെ ചക്കയിലും പറിച്ച് നമ്മുടെ മുറ്റത്തിന് തൊട്ട് താഴെ വരെ വന്ന് പേടിയൊന്നുമില്ല. അവൻ നമ്മുടെ നേരെ നോക്കി നേരിട്ട് ലൈറ്റ് നേരിട്ട് കണ്ടു. 10-12 വർഷമായിട്ടുള്ളൂ ആനയുടെ ശല്യം ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. കടുവയാണെങ്കിൽ 2-3 വർഷമായി ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് കാറ്റിൽ നിന്നൊക്കെ ഇതിൻ്റെ കാർച്ചയൊക്കെ കേൾക്കാം ഈ കടുവയുടെ. പക്ഷേ മൃഗങ്ങളെ പിടിക്കുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് ഇതുപോലെ വന്നു. ഇതിൻ്റെ എവിടെയാണ് കടിച്ചേ? കഴിച്ചിട്ട് തന്നെ അടിച്ചേ? ഇവിടെ മുറിവ് ഇവിടെയാണ്. ഇതാണ് നാങ്ങോട്ട് കയറി സ്റ്റിച്ച് ഇട്ട് 15ഓളം സ്റ്റിച്ച് ഇട്ട് ഇവിടെ. ഓഹോ, പഠിച്ചേ. എന്നിട്ട് ഇത് നമ്മൾ ഇരിട്ടിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇപ്പം പറ്റിയ ചികിത്സന് ഏകദേശം 10,000 രൂപയായി. എന്തായാലും അവൻ ഉഷാറായി. അതാണ് നമ്മുടെ സന്തോഷം. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ മുകളിലോട്ട് താമസക്കാരുണ്ടായിരുന്നു. ഇവിടെ തെങ്ങൊന്നും കാണാനില്ലല്ലോ? ഇല്ല, എല്ലാം അതെ അതെ. ആ ഒരു തെങ്ങ് അങ്ങനെ അരിയിലെല്ലാം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മുകളിലോട്ട് നല്ല ആദായമുള്ള സ്ഥലങ്ങളായിരുന്നു മൊത്തം ഇവർ എടുക്കുന്ന സമയത്ത്. നമ്മുടെ എല്ലാം ചെറുപ്പത്തിൽ ആ കുന്നുണ്ടോ, അതിലേക്ക് ആന എപ്പോഴെങ്കിലും ഒന്ന് വന്നു പോകുന്നാൽ നമ്മളെ സ്കൂളിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടല്ലാതെ ഇങ്ങോട്ട് നമ്മുടെ പറമ്പിലോട്ട് ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ആന പറമ്പിലേ ഉള്ളൂ. ആന ഓടിക്കുന്നത്, അതായത് മൃഗത്തെ നമുക്ക് 2 സൈഡും, വീടിൻ്റെ 2 സൈഡും ഫോൺ അടിക്കുന്നല്ലേ, നമ്മൾ വിറ്റാക്കിയേക്കുന്നതാണ്. അടുത്തുള്ളവരെ അറിയിക്കാനും പിന്നെ നമ്മുടെ ഇതിനെ ഓടിക്കാനുള്ളൊരു ചെറിയൊരു. നമസ്കാരം, ഞാനിപ്പോൾ സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വാണിയപ്പാറ കളിതട്ടുംപാറ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നിട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഞാൻ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ ഈ കളിതട്ടുംപാറ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക പ്രദേശത്തുള്ള ആളുകൾ ഒത്തിരി മലമുകളിലേക്കുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ കുറേ ആളുകളൊക്കെ താഴേക്കൊക്കെ ഇറങ്ങിപ്പോയി. കുറേ ആളുകളൊക്കെ ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുകയാണ്. കാരണം അവർ പണ്ട് കാലം മുതലേ കുടിയേറി വന്ന അവരുടെ ആ ഒരു സ്ഥലവും അവർ കുടിയേറി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത ആ ഒരു സ്ഥലമൊക്കെ വിട്ടെറിഞ്ഞ് പോകാനായിട്ട് മനസ്സില്ലാതെ ഇപ്പോഴും അതും ആ ഒരു സ്ഥലവും നോക്കി അതിൻ്റെ ആദായം എടുത്ത് ഇവിടെ തന്നെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ ജീവിതമൊന്നും അത്ര സുഖകരമൊന്നുമല്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ മലയോര പ്രദേശങ്ങളിലൊക്കെ ഇച്ചിരി മലമ്പ്രദേശത്തേക്കുള്ള ആളുകളൊക്കെ എത്ര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വന്യമൃഗ ശല്യം കൊണ്ട് നേരിടുന്നതെന്നുള്ളത് നമ്മൾ പല എപ്പിസോഡുകളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേ പ്രശ്നം തന്നെ ഇവരും നേരിടുന്നുണ്ട്. ആനയും പുലിയും കടുവയും മറ്റ് വന്യജീവികളുമൊക്കെ, പന്നിയടക്കമുള്ള കാട്ടുപോത്തടക്കമുള്ള എല്ലാ ജീവികളും ഈ നാട്ടിൽ കൂടെ, അതായത് ഈ ഒരു പ്രദേശത്തോടെയൊക്കെ ഇപ്പോൾ വിഹരിക്കുകയാണ്. ഒത്തിരി ആളുകളൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ട് എറിഞ്ഞ് പോയി. കുറേ ആളുകളൊക്കെ വീടൊക്കെ താഴേക്ക്, ഒത്തിരി താഴേക്ക് വാണിയപ്പാറ ഭാഗത്തേക്കൊക്കെ വീട് വെച്ച് പോയി. അപ്പോഴും സ്ഥലം ഇവിടെ തന്നെ കിടക്കുകയാണ്. മറ്റു ആൾക്കാർ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഏതായാലും നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ഒരു കളിതട്ടുംപാറ എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണ്. അവിടെയുള്ള ആളുകളാണ്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോളി. ഈ സ്ഥലം കളിതട്ടുംപാറ. അല്ല, ഇവിടെ ഒത്തിരി ആളുകളുണ്ടോ മുകളിലേക്ക്? ഇവിടെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു 60 വീടുകളുണ്ടായിരുന്നു ഈ കരയും 2 കരയായിട്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിലൊരു 12, 10, 22 വീട്, 23 വീടേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരു 100 ഏക്കർ 150 ഏക്കർ സ്ഥലം മുകളിൽ വിറ്റുപോയെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി അത് വാങ്ങിയേക്കുന്നത്. അപ്പോൾ അവരത് വാങ്ങിയിട്ടിട്ടുണ്ട്. ഫുള്ള് കാടുമാണ്.
അതിനകത്ത് ആണ് കാട്ടുപന്നി, കടുവ, ആന എല്ലാം വിലസുന്നുണ്ട്. കടുവയൊക്കെ ഉണ്ട്. കടുവയുണ്ട്, ആണല്ലേ. എല്ലാം വിലസുന്നുണ്ട്. പിന്നെ ബാക്കി ആൾക്കാരെ വേണ്ട. താഴെ ഒരു ക്രഷർ ഉണ്ടായിരുന്നു, അവിടെ ഒരു 100 ഏക്കറുണ്ട്. ക്രഷർ ഉണ്ടായിരുന്നു, അത് നിന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 10-25 വീട്ടുകാർ, 25 ഒരു 10-22 വീട്ടുകാർ കടന്ന് ഞെരുങ്ങുന്നു. അത്രേ മുകളിലും ക്രഷർ തന്നെയാണ്. മുകളിൽ ക്രഷറിനെ ഉദ്ദേശിച്ചാണ് അവർ വാങ്ങിയത്. പിന്നെ അവരെന്താ മറ്റേ ബ്രഹ്മഗിരിയോ അതിൻ്റെ ആ വൈൽഡ് ലൈഫിൻ്റെ അതിൽ വന്നപ്പം അത് ഒഴിവാണ്. അപ്പോൾ അവരുടെ അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നൊക്കെ തോന്നുന്നു. EFL സോൺ ആയതുകൊണ്ടാണ്. അവർ റെഡ് സോണിലൊക്കെയാണത്. അപ്പോൾ അതുകൊണ്ട് അത് നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ അതവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. നേരത്തെ അതിനകത്ത് കുറേ ആദായങ്ങൾ, റബ്ബർ, കശുമാവ്, ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. 5 ഏക്കർ, 3 ഏക്കർ, 2 ഏക്കർ, 10 ഏക്കറൊക്കെ ആയിട്ടുണ്ടായിരുന്നതാണ്. അതെല്ലാം വിറ്റ് പോയി. ആൾക്കാരെല്ലാം താഴേക്ക് 10 സെൻറ്റും 20 സെൻറ്റും 50 സെൻറ്റും എല്ലാം വാങ്ങിപ്പോയി. എല്ലാവരും പോയി സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ കുറച്ച് ആൾക്കാർ ഇവിടെ കുടുങ്ങിപ്പോയി, അവരുടെ സ്ഥലം വേണ്ടവർക്ക്. അങ്ങനെ അത് ഒഴിവായി പോയതാണ്. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കൃഷി ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ എന്നാ കൃഷി ചെയ്താലും കാട്ടുപന്നി അതെല്ലാം തകർക്കും. ഇനിയിപ്പം ആനയൊക്കെ വല്ല കാലത്തും മേളിലെ സൈഡിൽ കൂടെ ഉണ്ടെങ്കിലും പറമ്പിൽ കൂടെയൊക്കെ ഇടയ്ക്ക് ഇറങ്ങി വരും. കശുമാവിൻ്റെ കമ്പെല്ലാം ഒടിച്ച് കളയും, തെങ്ങ് പറിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പം സത്യത്തിൽ ജീവിതം അത്ര ദുസ്സഹമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെ നല്ലൊരു സ്ഥലമല്ലേ, കാഴ്ചയ്ക്ക് നല്ല സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു മഴക്കാലത്തൊരു നല്ല രസമുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്, ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയും. ചേട്ടായിപ്പാറ ഇവിടുന്ന് സുമാർ ജനങ്ങൾ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ 1000-ന് മേലെ ആൾ വന്നു പോകുന്നത് കാണാൻ വരുന്നുണ്ട്. പക്ഷേ ടൂറിസത്തിലൊക്കെ അന്ന് പഞ്ചായത്തിൻ്റെ ഇതിലൊക്കെ വന്ന് നോക്കിയൊക്കെ പോയെങ്കിലും അതിന് പിന്നെ പ്രോഗ്രസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ ചേട്ടൻ്റെ ഒരു വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് എത്ര വീടുണ്ട്? ഇനി ഇതിന് മുകളിലേക്ക് 3/4 കിലോമീറ്റർ മേളിൽ 4 വീടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോൾ 23 വീടെന്ന് പറഞ്ഞാൽ ബാക്കി വീടൊക്കെ തിന്നി താഴേക്കല്ലേ? അപ്പം അക്കരയിലേയും കൂടെ കൂട്ടിയിട്ടാണ്. ഇവിടെ 10 വീടേ ഉള്ളൂ ഈ കരയ്ക്ക്. അക്കരയിലും ഇത്രയും തന്നെ, തോടിൻ്റെ അക്കരെ അക്കരെ ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു 10 വീട് ഇങ്ങാണ്ടൊക്കെ ഉള്ളൂ. അതായത് 10, 50, 20 ഏക്കറൊക്കെ ഗ്യാപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. മുകളിലുള്ള ബാക്കി വീടുകളുള്ള ആ സ്ഥലങ്ങൾ വരെയൊക്കെ റോഡൊക്കെ ഉണ്ടോ? റോഡ് സൗകര്യം? റോഡുണ്ട് ആണല്ലേ. റോഡും ഉണ്ട്, കറണ്ടും ഉണ്ട് ആണല്ലേ. ഒന്നും വെച്ചുണ്ടാക്കി തിന്നാൻ പറ്റത്തില്ല, എല്ലാ കടയിൽ നിന്ന് വാങ്ങണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശുദ്ധവായും അതെ, ശുദ്ധവായും ശുദ്ധജലവും മാത്രം ഇഷ്ടം പോലെ ഉണ്ട്. ജീവിക്കണമെങ്കിൽ പൈസ നമ്മൾ വേറെ ഉണ്ടാക്കണം. അത് നമ്മൾ വിപണനം നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ചേട്ടനൊക്കെ ഇവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ട്? നമുക്ക് ഒരു 10 ഏക്കർ സ്ഥലത്തുണ്ട്. ഈ 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും ചേട്ടന് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. പറമ്പിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാനൊന്നും പറ്റുന്നില്ല. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ മിഷൻ ബൈക്ക് പരിപാടിയില്ലേ, അങ്ങനെ പോവാണ്. അതിനൊക്കെ പോയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിള്ളേരെ പഠിപ്പിക്കണം, ചിലവ് നടക്കണം, ഇതെല്ലാം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പരിപാടി നടക്കും. നമുക്ക് എന്നാലും മുകളിലേക്ക് പോയാലോ? എന്നാൽ പോയേക്കാം. നമുക്ക് പോയി അത്യാവശ്യം ഒന്ന് കണ്ടൊക്കെ പോയിട്ടൊക്കെ വരാം. നമ്മൾ ചേട്ടൻ്റെ കാറിൻ്റെ അകത്താട്ടോ പോകുന്നത്. സ്ഥലം ഒന്ന് നോക്കിയോട്ടോ, ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഞാനിവിടെ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടത്തുന്ന ഈ മല കയറി മുകളിലേക്ക് വന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു നല്ലൊരു കുളിരാട്ടോ. മൊത്തം കാട് കിടക്കുന്നുണ്ട്. ഇതൊക്കെയാ പറമ്പെന്ന് പറഞ്ഞേ? അതെ, ഇതൊക്കെയാണ് പറമ്പ്. ഇതിപ്പോൾ കാട് പോലെയല്ലേ? ഇതിപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് ഭാഗം തെളിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം മറ്റേ ഫെൻസിങ് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനവേലി പറമ്പെല്ലാം നന്നായിട്ട് വൈകി കൊടുക്കണം, ബോർഡർ തെളിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരും ഇതിപ്പോൾ ഇത്രയും സ്ഥലം ഇങ്ങനെ ബാക്കിയുള്ളതുകൊണ്ട് ആർക്കും തെളിക്കാനൊരു മടി. ബാക്കിയുള്ള ഇതൊരു കുരിശുപള്ളിയാണ്, 2ാം കിടോ പള്ളിയുടെ ഒരു സ്റ്റേഷൻ പള്ളിയാണ്. ചേച്ചിമാരൊക്കെ ഇവിടെ ഉള്ളവരല്ലേ? എല്ലാവരും ഞങ്ങൾ ഇവിടെ ഉള്ളവരാ. ആണല്ലേ. എങ്ങനെയാ നിങ്ങളൊക്കെ ഇപ്പോഴത്തെ ജീവിതമൊക്കെ പോകുന്നത്? എങ്ങനെയാ? ഞങ്ങളിപ്പം വളരെ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. കടുവ ഇറങ്ങി ഞങ്ങളെ ഇപ്പം ഞങ്ങളുടെ കുടുംബത്തുള്ള പട്ടീനെ, വളർത്തുമൃഗങ്ങളെ എല്ലാം പിടിക്കും. ഞങ്ങൾ രാത്രി ഉറങ്ങാതെയൊക്കെ ഇരിക്കുന്നത്. ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത പറമ്പിൽ കടുവ പിടിച്ച് മുള്ളൻ്റെയൊക്കെ പീലി, അതിന് തലയോട്ടി എല്ലാം കിടപ്പുണ്ട്. കടുവ തൂറിയത് വരെ കിടക്കുന്നു. ആണല്ലേ. അപ്പോൾ ഇതുപോലെ ഈ നാട്ടിലൊക്കെ ഉണ്ട്, പ്രശ്നമുണ്ടല്ലേ? നന്നായിട്ട്. അതെ, ആനയുണ്ട്. ആന പറമ്പിന്റെ മേളിൽ മുഴുവൻ ആണല്ലേ. ഈ മുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ദൂരം കയറി വരണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഓട്ടോ വിളിച്ചു വരുമോ? ഓട്ടോയ്ക്കാ വരുന്നത്. അല്ലേ. ഇത്രയും ദൂരം പറഞ്ഞെങ്കിൽ എങ്ങനെ 100-300 രൂപ കൊടുക്കണമായിരിക്കും അല്ലേ? 140 രൂപ.
എൻ്റെ വീടിൻ്റെ അടുത്ത്. എൻ്റെ വീട് ഇച്ചിരി താഴെയാണ്. അതല്ല പറഞ്ഞല്ലേ? ഇവരെല്ലാം അങ്ങ് മലയ്ക്ക് മണ്ടയ്ക്കാവുള്ളത്. ആണല്ലേ? ഇവിടെ 170. ഇപ്പം നിങ്ങളൊക്കെ എൻ്റെ പുറത്ത് തൊഴിൽ ഇപ്പം എങ്ങനെയാണ് ജോലിക്ക്? ഞങ്ങൾ തൊഴിലുറപ്പാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇന്ന് ഞങ്ങളിവിടെ കുടുംബശ്രീ കൂടാൻ വേണ്ടി വന്നതാണ്. ഒന്നല്ലേ? എല്ലാവരും പിന്നെ കെട്ടിയന്മാരൊക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പേടിയാണ്. ഈ കടുവ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഭീഷണിയാണ് കടുവയുമായിട്ട്. നേരിട്ട് കണ്ട ആളുകളുണ്ടല്ലേ? കടുവ മാത്രമേ ഉള്ളൂ? കടുവ, പുലി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആന നിരന്തരമായിട്ട് വരുന്നുണ്ട്. പിന്നെ കാട്ടുപന്നി. ഒന്നും വിലയെടുക്കാൻ പറ്റിയാലോ, ഒന്നും ഞങ്ങൾക്ക് കിട്ടിയല്ല. ഇച്ചിരി കപ്പയോ ചേമ്പൊക്കെ വീടിൻ്റെ പാത്രം ഇട്ടാൽ ഒന്നും കിട്ടിയാലോ, എല്ലാം വന്ന് തിന്ന് നശിപ്പിച്ച് പോവുക. പറമ്പ് അത്യാവശ്യം ഉണ്ടെങ്കിലും എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പം പുറത്തോട്ട് ഇറങ്ങി 5-6 അണ്ടി മലയുടെ മണ്ടയിലുണ്ട്. അത് പെറുക്കി എടുക്കാൻ പോലും പോകാൻ പേടിയാണ്. ഞാൻ പോകുന്നില്ല. പിന്നെ പിള്ളേർ നാട്ടിലാണ് ഉള്ളത്. പിള്ളേർ പറഞ്ഞേക്കുന്നത് മമ്മി ഇനി പോകണ്ട, അണ്ടി അവിടെ കിടന്നാലും വേണ്ടിയല്ല, കടുവ പിടിച്ചിരിക്കേണ്ട, വീട്ടിൽ ഇരിക്കാനാണ്. മുള്ളംപീരി കാലെ കൊണ്ട് അണ്ടി പെറുക്കാൻ പോയിട്ട് അതിന് അങ്ങാടി പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചു. മുള്ളമന്തിയുടെ മുള്ള് കരിയില കീഴെ കിടന്ന് കണ്ടില്ല. ഞാൻ കശുവണ്ടി പെറുക്കാൻ ഇറങ്ങിയപ്പോൾ കാലേ 2 കയറിയാണ്. പിന്നെ അങ്ങാടി പോയി ടീറ്റിയൊക്കെ എടുത്തു. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഫിലോമിന. നിങ്ങളുടെയൊക്കെയോ? എൻ്റെ പേര് മിനി. എൻ്റെ പേര് ഷെല്ലി. എൻ്റെ പേര് റീജ. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാ? ഞാൻ 40 കൊല്ലമായി. 40 വർഷമായിട്ടില്ല. ഇപ്പം നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ടു പോയില്ലേ? മക്കളുള്ളത് നാട്ടിൽ പെണ്ണ് കെട്ടി പെമ്പന്നൂത്തിമാരുടെ വീട്ടിലാണ് ഉള്ളത്. ഇപ്പം ഞാനും ഉണ്ട്, ഒരു വയ്യാത്ത രോഗിയായ ഒരു അനിയത്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെര പോലുമില്ല. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത്. ഒരു പെരയ്ക്ക് അപേക്ഷ കൊടുത്താൽ ഏക്കർ സ്ഥലം ഉണ്ടെന്നും പറഞ്ഞാൽ അതും തരികയില്ല. 100,000 അപേക്ഷ കൊടുത്തു ഒരു പെരയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ടും കിട്ടുന്നില്ല. നടക്കാൻ പോലും പറ്റിയല്ല. കാല് വേദന, കൈവേദന, പണിയെടുക്കാൻ പറ്റിയല്ല. ഇവരുടെയൊക്കെ സഹായം കൊണ്ടാണ് തൊഴിലുറപ്പ് പണി എടുത്ത് ജീവിക്കുന്നത്. നമ്മളേതായാലും ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു. ആ കുരിശുപള്ളിയിൽ അവിടെ ചേച്ചിമാർ അയൽക്കൂട്ടത്തിന് വന്നതാട്ടോ. അപ്പോൾ ഏതായാലും ചേച്ചിമാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന മറ്റൊരു വീടാണിത്. ഇത്രയൊക്കെ വീടുകളേ ഉള്ളൂ. ഇടയ്ക്കും തലയ്ക്കും ഓരോ വീട് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏതായാലും ഏറ്റവും മുകളിലത്തെ ആ ഒരു പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇവിടുത്തെ സ്ഥിതി ഏകദേശം മനസ്സിലാവും. അതായത് നമ്മൾ നേരിട്ടൊന്ന് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് റോഡ് കയറുന്ന ഇനിയിപ്പം കല്ല് മാത്രമുള്ള വഴിയാണ്. നമുക്ക് നോക്കാം എവിടം വരെ എന്തൊക്കെയാണ് സ്ഥിതി എന്നുള്ളതൊക്കെ. ഇവിടെ ഇനി കറണ്ടിൻ്റെ ഫെൻസിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ എല്ലാം അത് ഫോറസ്റ്റ് ആണോ? ഇല്ല, ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ്. ഇത് ഒന്നും ചെയ്യാണ്ട് കിടന്ന് ഇങ്ങനെ കാട് പോലെ ആയില്ലേ? വണ്ടി ഇവിടം വരെ വരുള്ളൂ കേട്ടോ. നമ്മളിനി അങ്ങോട്ട് നടന്നു പോകാനായിട്ടാണ് പോകുന്നത്. ഇത് ആലല്ലേ ഏട്ടാ? അത് ചേലയാ? ചേല. ഇത് പേരാലല്ല, ആലുമല്ല. രസം കേട്ടോ. ഇനിയിപ്പോൾ ഈ വഴി മുകളിലേക്ക് പോകണല്ലേ? ഇതിന് മുകളിലേക്ക് 2 കിലോമീറ്റർ ആൾ താമസമുള്ള സ്ഥലമായിരുന്നു. ഇതിന് മുകളിലേക്ക് ഒറ്റ മനുഷ്യനില്ല. 2 കിലോമീറ്റർ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഇതിനിപ്പുറം ആ മല അവിടെ കയറി അപ്പുറത്തോട്ട് ഇറങ്ങിയാൽ 5 കിലോമീറ്റർ എന്ന കൊടക് ജില്ലയിൽ പൂക്കോളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ബർണാനി, കൊട്ടക്കര എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ട് അവിടെ എത്തുമായിരുന്നോ? അവിടെ എത്തും. ഇങ്ങനെ പോയിട്ടുണ്ടോ? ആണോ? നടന്നു പോകുന്ന ഇപ്പം പോക്കില്ല. ആ മല കൊന്നു കയറി ഇറങ്ങിയ കൊടകത്ത് വരുന്നു. ഓ, ഇവിടുന്ന് മണിക്ക് പോയിക്കൊണ്ടിരുന്നല്ല ഇതിലായിരുന്നു, കാട്ടിക്കൂടിയായിരുന്നു പണ്ടൊക്കെ മരവുമല്ലോ കേട്ടോ. ഇവിടെ വരാൻ വരും അല്ലേ? ഇവിടെ ഇതുണ്ട്, കിടപ്പുണ്ട് അല്ലേ? അവിടെ ഉണ്ട്. അത് അതിലെ കയറിയിട്ട് ഇറങ്ങിയെടുക്കാം. ഈ മാവുങ്കമ്പ് തന്നെ ഒടിഞ്ഞു വീണാണോ? ടച്ച് ഇതിലെ 2 കിലോമീറ്റർ മുകളിലേക്ക് വീടുകളുണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും ഈ കറണ്ടുണ്ടോ? കണ്ടത് അവിടെ അതിന്റെ മേലെ ഒരു തോടുണ്ട്. അവിടെ ജമ്പറ അടിച്ചേക്കും. ബാക്കി അതിന് ആളില്ലാത്തോണ്ട് കട്ടാക്കി കളഞ്ഞല്ലേ? ഇതൊക്കെ പഴയ ഇത് വീടല്ലായിരുന്നോ? ഓഹോ, ഇതൊക്കെ വീടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അതേന്നല്ലേ? അതേ ജമ്പർ കിട്ടിയത്? ഇത് തന്നെ പൊളിഞ്ഞാണോ അതെയോ? ആണോ? ആന തട്ടിയിട്ടാണോ? ഇനിയിപ്പോൾ വീട് ആന തട്ടിയതല്ലെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കേട്ടോ, ആനയൊക്കെ വരുന്നുണ്ട്. ഇതിലെയാ ബാക്കി വീടുകൾ? ഇതിന് ഒറ്റ വീടേ ഉള്ളൂ, അവസാനത്തെ വീട്ടിൽ നമ്മൾ പോകുന്നത്. ഓഹോ, അവിടെ 2 വീട്ടുകാർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേയും പോവാം അല്ലേ? ഇത് ഷോർട്ട് പോകുന്നതായിരിക്കും അല്ലേ? ഇത് നമ്മൾ നടപ്പുവഴി ഉള്ളൂ നമുക്ക്. ആ വഴി ഇപ്പോൾ ആരും പോയല്ലേ? ഇത് സ്വകാര്യ വ്യക്തികൾ എടുത്തിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. ആ, കാട് തെളിക്കാതെ
ഒരു 150-200 ഏക്കറോളം സ്ഥലം. ഈ സ്ഥലമൊക്കെ അല്ലേ? ഇവിടെ നമ്മൾ ഇവരുടെ നടപ്പ് വഴിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോബിൾ. ചേട്ടൻ്റെയോ? എൻ്റെ പേര് ജോയ്. റിജോയ്. നിങ്ങൾ ഈ പ്രദേശമുള്ള നമ്മളിവിടെ തന്നെ ആ പള്ളിയില്ലേ അവിടെ അവിടെ താമസിക്കുന്നത്. ചേട്ടനോ? എൻ്റെ വീട് ഇവിടെയാണ്. എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ചേട്ടൻ അപ്പോൾ ഇതിലെയാണ് നടന്നു പോകുന്നത്? അതെ അതെ അതെ. അതിലെ വണ്ടി കൊണ്ട് പോയി? ഇല്ലില്ല, നമുക്ക് നടപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഇത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. അവർ ഏകദേശം ഒരു 10-200 ഏക്കറോളം സ്ഥലം എടുത്തിട്ടിരിക്കുന്നതാണ്, റബ്ബർ തോട്ടങ്ങൾ. അപ്പോൾ അവർ പറയുന്നത് തെളിക്കാത്തതെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഒന്നും നടക്കുന്നില്ല, ആദായമില്ല, അങ്ങനെയാണ്. പക്ഷേ ഇത്രയും റബ്ബറുകൾ, ഇതുവരെ വെട്ടാത്ത റബ്ബറുകൾ വരെയുണ്ട്, കശ്മാവുണ്ട്. അവർ സമയമാകുമ്പോൾ കശുവണ്ടി പറക്കുന്ന സമയത്ത് വരുമ്പോൾ ഒന്ന് ചവിട്ടി ചായച്ച് ചോട് മാത്രം തെളിച്ച് അണ്ടി പെറുക്കി പോകും. ഇപ്പം ഏകദേശം 2007 മുതൽ കണ്ടുള്ള തെളിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇത് മൊത്തം. ഫുള്ള് വനമായി കിടക്കും. അപ്പം ഇതൊന്നുമല്ല, മുകളിലോട്ട് പോയാൽ ഇതിലപ്പുറമാണ്. ഇതിൻ്റെ അകത്ത് കഴിവില്ലെങ്കിൽ അതെ. അപ്പോൾ കാട്ടുമൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോന്നാൽ തന്നെ, കാട്ടിൽ നിന്ന് പോന്നാൽ തന്നെ ഇവർക്ക് തിരിച്ചു പോകേണ്ട ആവശ്യം വരുന്നില്ല. തിന്നാനുള്ള സാധനങ്ങളും 50 ഏക്കർ പോരെ അല്ലേ? അതെ. അപ്പോൾ വെള്ളത്തിനായാലും തീറ്റയായാലും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അവർക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ഇവിടെ തന്നെ. ഇപ്പം നമ്മൾ കണ്ട വഴിയില്ലേ, ആ വഴിയെ പോയാലും ചേട്ടൻ വീടെത്തൂലേ? ആ വഴി പോകാൻ പറ്റൂല. എന്താ പോകാൻ പറ്റാത്ത? അത് മുകളിലോട്ട് ഇങ്ങനെ പോകുന്ന വഴിയാണ്. 2 കിലോമീറ്റർ മുകളിലോട്ട് നേരത്തെ ഉണ്ടായിരുന്ന റോഡാണ്, താമസക്കാരുണ്ടായിരുന്നത്. അവരെല്ലാം വിറ്റിങ്ങനെ ഇറങ്ങിപ്പോയി. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ റോഡില്ല, ക്ലോസ് ആണ്. പക്ഷേ ഇങ്ങനെ ഏകദേശം കാട് പിടിച്ച് കിടക്കുക. 2 ആന ഒന്നിച്ച് നിന്നാൽ കാണില്ല, അതുപോലെ കാണാം. അങ്ങനെ ആയില്ലേ? ഉറപ്പായിട്ടും ആന ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. ഏതായാലും നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെ അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് മനുഷ്യർ താമസിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടനെ ഇവിടെ സ്കൂട്ടി വെച്ചിട്ട് പോകും കേട്ടോ? അതെ അതെ, വണ്ടി വെച്ചിട്ട് പോരാ. വൈകിട്ട് 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറുമായിരിക്കും? കയറും. ഇരുട്ടാകുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ കയറണം. ചേട്ടൻ പകൽ ഒക്കെ എന്തെങ്കിലും വന്യമൃഗങ്ങളെ ഈ വഴിക്ക് കണ്ടിട്ടുണ്ടോ? അതായത് ആനയുണ്ട്. ആന വെളുപ്പിനൊക്കെ ഇറങ്ങി നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനടി വരെ ഇത് ഈ വഴിയെ കൂടെ തന്നെ ആന വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ പോയിട്ടുണ്ട്? അതെ അതെ അതെ. ആന പൊളിച്ചത്. ഇതൊക്കെ ആന പൊളിച്ചാണേ. ഇതൊക്കെ പൊളിച്ചിട്ടേക്കുന്നല്ലേ? അതുപോലൊക്കെ ഈ മലയുടെ അപ്പുറമെന്നല്ലേ പറഞ്ഞേ മറ്റേ കൊടക്? അതെ. അതിൻ്റെ അല്ലേ? അതാണ് കൊടക്. കർണാടകത്തിൽ പെടുന്നതാണ് ആ മലയൊക്കെ. കാട്ടുവഴി. വലിയ ഒന്നല്ലേ? ചേട്ടൻ്റെ വീട്ടിൽ പ്രായമായ ആളുകളുണ്ടോ? ചാച്ചനും അമ്മയും അനിയനുമാണുള്ളത്. ചാച്ചനും അമ്മയ്ക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി ആശുപത്രിയിലൊക്കെ പോകണമെന്ന് വെച്ചാൽ? ആശുപത്രിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ നമുക്കൊരു വഴിയില്ലാത്തതാണ് ഏറ്റവും പ്രശ്നം. വേറെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലമായിരുന്നു ഇവിടെ. അതെ. പക്ഷേങ്കിൽ ആൾക്കാരെല്ലാം പോയി, ഒന്ന് വിളിച്ചാൽ പോലും കേൾക്കാത്ത രീതിക്ക് ആളില്ലാണ്ടായി പോയി. പക്ഷേ അതുപോലെ സ്ഥലങ്ങൾ ഇങ്ങോട്ട് നമുക്ക് വനമായി കിടക്കുകയാണ്. പണ്ട് നല്ല റബ്ബർ തോട്ടമായിരുന്നു. അതെ അതെ അതെ. റബ്ബർ നിൽക്കുന്ന നമുക്ക് കാണാം കേട്ടോ. ഒരു വെട്ടൊന്നുമില്ല. അതേപോലെ കാട് പിടിച്ചു. 1 വർഷം കാട് കളിക്കാരും ഇങ്ങനെയാവും അല്ലേ? അതെ അതെ. എല്ലാവരും ഇവിടെ ജനിച്ചു വന്നാണ്. അതെ അതെ അതെ. ഞങ്ങളുടെ എല്ലാം ചെറുപ്പത്തിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്ന. ഇപ്പോൾ ആരുമില്ല. വിരലെണ്ണാണെന്ന ആൾക്കാർ മാത്രം ഇപ്പം നിലവിലൂടെ ജീവിക്കുന്നവർ. അതെ അതെ. നേരത്തെ ഇവിടെ കറണ്ട് ഉണ്ടായില്ല, റോഡുണ്ടായില്ല. അന്നേരം എല്ലാം ഇവിടെ 100 കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പോകുന്ന എത്ര കുട്ടികളുണ്ടായിരുന്നു അറിയാം. ഇപ്പം ആരുമില്ല. അങ്ങാടിക്കടവ് ഉള്ളവരെല്ലാം ഇവിടുന്ന് നടന്നു പോയി അങ്ങാടിക്കടവിൽ പോയി പഠിച്ചവരാണ് ഞങ്ങളെല്ലാം. 10 കിലോമീറ്റർ. അന്ന് വാണിപ്പാറ പാലമില്ല, അങ്ങാടിക്കടവിൽ പാലമില്ല. അന്നെല്ലാം വെള്ളത്തിൽ കൂടെ ഒക്കെ ആയിട്ടും പോയിക്കൊണ്ടിരുന്നു. പണ്ടെല്ലാം രാത്രിയിലല്ല ഇതിലെ ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ താമസിക്കാൻ മുകളിലോട്ട് പോകുന്നവരൊക്കെ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് നടന്നു പോകുന്നവരാ. ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞാൽ വരെ നമ്മുടെ റോഡിൽ ഒരാളെ കാണാനില്ല. ഇതിലെന്തോ സ്ഥിരമായിട്ട് നടന്നു പോകുന്നുണ്ടല്ലോ. നല്ല മൃഗം പോകുന്ന വഴികളാണ്. ആന പോത്തോ? ഇവിടെ ആന വരുന്ന കേട്ടോ. ഇവിടെ എല്ലാം ആന വരുന്ന. കശുവണ്ടി സീസൺ ആകുമ്പോഴത്തേനും കശുമാങ്ങ തിന്നാൻ വേണ്ടി വണ്ടി അടക്കം തിന്ന്. ഈ അണ്ടി വറുക്കുന്നതിന് മുന്നേ ആന തിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യും? ആനപ്പണ്ടത്തിൽ നിന്ന് എടുക്കുമോ? ഇല്ല, അത് മാറി എവിടെയെങ്കിലും പോയിട്ടൊക്കെ അല്ലേ ഉള്ളൂ. അല്ല, ആറളം ഭാഗത്തൊക്കെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ തന്നെ പോയി എടുക്കാനുള്ള സാഹചര്യം ഇല്ല. ചില കടുവ മറ്റുള്ള മൃഗങ്ങളുള്ള സ്ഥിതിക്ക് ഇപ്പോൾ ഉള്ള ആദായം വരെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതെ. നമ്മളിപ്പോൾ ഏകദേശം നടന്ന് ആ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇത് ഒരു മഴക്കാലത്ത് വെള്ളം വരുന്ന വഴിയാ. അടിപൊളി സൂപ്പർ സ്ഥലമാണ്. പക്ഷേ ആൾക്കാരുടെ അവസ്ഥ ഇതാട്ടോ.
ഈ പാറയൊക്കെ നിൽക്കുന്ന പ്രദേശത്തോടെയൊക്കെ വെള്ളം ഒഴുകുന്നു കേട്ടോ. മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ വെള്ളം? മഴക്കാലത്തേ ഉള്ളൂ. പിന്നെ വേനൽക്കാലത്ത് കുടിക്കാനുള്ള വെള്ളം ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? പേരമരം കണ്ടോ? ആ, ഇതിൽ നിന്നൊക്കെ ആന വന്ന് പഴം പറിക്കുന്നതാണ്. ഇവിടെ നിന്നല്ലേ? നമുക്ക് ഇവിടെ വരെ ആന വന്നിട്ടുണ്ട്. ഇവിടെ വരെ. ആ, ഈ വാഴയൊക്കെ എങ്ങനെ പറിച്ചിട്ടോ? അതെ അതെ അതെ. ഇവിടുന്ന് കടുവ പിടിക്കുന്നത്. ഓ, ഇവിടുന്ന് മുറ്റത്ത് വന്നിട്ട് കെട്ടിയിട്ടെടുത്തുന്നു. ആണല്ലേ? അപ്പോൾ ഈ 2 പട്ടികളും ഉണ്ടായിരുന്നോ? 2 പട്ടി ഉണ്ടായിരുന്നു. അപ്പം മറ്റേനെയാ പിടിച്ചേ? കൂടെ ഉണ്ടായിരുന്നതിനെ. അതെങ്ങനെയാ അപ്പം രക്ഷപ്പെട്ട എങ്ങനെയാ? അത് നമ്മളപ്പോൾ തന്നെ അറിഞ്ഞു. അപ്പം കറണ്ടും ഇല്ലായിരുന്നു. അപ്പോൾ ടോർച്ച് എടുത്ത് ഇറങ്ങിയപ്പോഴത്തേനും ഇത് വിട്ട് ഇങ്ങോട്ടേക്ക് ഓടി മറയുക ചെയ്തേ. ഓ, ഇങ്ങോട്ടാ പോയേ? ഈ ഭാഗത്തോട്ട്. നമുക്ക് അവനെ കാണണ്ടേ? ഇടാ. ഇവിടെയാണല്ലേ? ഓഹോ. ഇതിൻ്റെ എവിടെയാ കടിച്ചേ? കഴുത്തിനിട്ട് തന്നെ അടിച്ചേ? ഇവിടെ മുറിവ് ഇവിടെയാണ്. ആ, ഇതാണ് നാങ്ങോണ്ട് കയറി സ്റ്റിച്ച് ഇട്ട് 15ഓളം സ്റ്റിച്ച് ഇട്ട് ഇവിടെ. ഓഹോ, കാണിച്ചേ. ഓ, എൻ്റെ അമ്മ. എന്നിട്ട് ഇത് നിങ്ങൾ നമ്മൾ ഇരുട്ടിയിൽ ആശുപത്രി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്റ്റിച്ചെല്ലാം ഇട്ട് കൊണ്ടുവരുവാണ് ചെയ്തത്. നമ്മളിങ്ങനെ റൂമിൽ തന്നെ ആക്കിയില്ലേ? അതെ അതെ അതെ. ഫാനെല്ലാം ഇട്ട് കൊടുത്ത്. ഇപ്പം എത്ര നാളെ സംഭവം നടന്നിട്ട്? ഇപ്പോൾ 2 ആഴ്ച. 2 ആഴ്ച ആയിട്ടുള്ളൂ അല്ലേ? മുറിവെല്ലാം ഉണങ്ങി തുടങ്ങി. കാലേലും പരിക്കണ്ടല്ലേ? ഇല്ല, കാലിന് അത് ഇവൻ മാന്താതിരിക്കാൻ നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് മാന്തായിരിക്കും അല്ലേ? റൂമിലിട്ട് വെക്കാം അല്ലേ? അതെ, റൂമിൽ ചെയ്തേക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിനുള്ളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ അങ്ങനെ ഉണങ്ങുന്നുണ്ടോ? മുറിവ് ഉണങ്ങാൻ തുടങ്ങി. ആണല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോർജ്. ഇവിടെ എത്ര വർഷമായിട്ടേ താമസം? ഇവിടെ ഇത് 44-ാം വർഷമാണ്. ആണല്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ മലമണ്ടയ്ക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ? ഇപ്പോൾ ഇവിടെ ഈ റൂട്ട് ഇങ്ങനെ അറ്റത്ത് ഞാനും മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇതാ ഇവിടെ മുതൽ അങ്ങോട്ട് 200 ഏക്കർ സ്ഥലം ഒരു ടീം 1-2 ഒത്തിരി ഷെയറുള്ള ടീമാണ് അവർ വാങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഈ മേഖലകളിൽ നിന്ന് ഒരു 10-60 വർഷം മുമ്പ് ജനവാസം ഉണ്ടായ ഒരു പ്രദേശമാണ് ഇവിടെ. അന്നൊന്നും ഈ പറഞ്ഞ കടുവയില്ല, ആനയില്ല, ഒന്നും ആകെപ്പാടെ ഈ പന്നിയുടെ ശല്യം. കൃഷി ചെയ്ത കുറച്ചൊക്കെ പന്നി നിന്നും കുറച്ചൊക്കെ കൃഷിക്കാരനും കിട്ടും. ഈ 200 ഏക്കർ സ്ഥലം മേടിച്ച് ഇവർ തെളിക്കാതെ ഇപ്പോൾ കാട് പിടിച്ചിട്ട് കിടക്കുന്നവരാണ് ഇപ്പോൾ ഈ കടുവ ഇറക്കുന്നു, ആന ഇറക്കുന്നു, ഈ ശല്യം ഉണ്ടാകുന്നു. അതങ്ങ് തെളിച്ചു വിടുകയാണെങ്കിൽ ഇത്തരം വലിയ ശല്യമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ഇവിടെ ഈ ചുരുങ്ങിയത് ഒരു 10-12 വർഷമായിട്ടുള്ളൂ ആനയുടെ ശല്യം ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. കടുവയാണെങ്കിൽ 2-3 വർഷമായി ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് കാട്ടിൽ നിന്നൊക്കെ ഇതിൻ്റെ കാർച്ചയൊക്കെ കേൾക്കാം ഈ കടുവയുടെ. പക്ഷേ മൃഗങ്ങളെ പിടിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ വന്നത്. അത് തോന്നും നമ്മുടെ പട്ടീനെയൊക്കെ മുമ്പ് കൊണ്ടുവരണമെങ്കിൽ അത് കടുവ, ചെറിയ പട്ടിക്കടുവയാണെന്ന് തോന്നുന്നത്. അല്ലാതെ ഈ വലിയ ഈ പട്ടിയെ മാത്രം പിടിക്കുന്ന മറ്റേ മൃഗങ്ങൾ പുള്ളിപ്പുലിയാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, പുള്ളിപ്പുലി അല്ല. അതായത് പട്ടിക്കടവ എന്ന് പറയും, പാക്കാന്നൊക്കെയാണ് ഒരു നാട്ടിൽ പാക്കാൻ എന്നൊക്കെ പറയും. പട്ടിക്കടവെന്ന് വെക്കുന്നത്. അപ്പം അതൊക്കെ ആണെങ്കിൽ പട്ടീനെ മാത്രമേ പിടിക്കൂ, അത് വന്ന് കന്നാലിനെ ഒന്നും പിടിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഈ വലിയ മലം കടുവയാണ്. പുലി ഉണ്ടാവാം, കടുവ ഉണ്ടാവാം. വരെയുള്ള പുലിയാണല്ലോ കടുവ. പുള്ളി ഉള്ളത് പുലി, പുള്ളി അങ്ങനെയുള്ള. പക്ഷേ ഇത് രണ്ടും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇവിടെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കാട്ടിൽ നിന്ന് ബഹളം കേൾക്കാം. ഈ ചിലപ്പം ഇങ്ങനെ കേൾക്കുന്ന കുറേ കഴിയുമ്പോൾ ഇങ്ങ് കേൾക്കാം. ഇതിങ്ങനെ ഈ ശബ്ദത്തോടെ ഇങ്ങനെ കാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ഒരു 3 മാസമായിട്ട് ഇവിടെ ഈ സ്ഥിരം ഉണ്ട് ഇങ്ങനെ ശരിയായിട്ടുണ്ട്. അപ്പം പിന്നെ താഴെ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന് പലരും നേരിട്ട് കണ്ടിട്ടുണ്ട്.
അവരൊക്കെ പടക്കം പൊട്ടിച്ചൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ കാട് കടിക്കുന്നത് പെരുമ്പാമ്പി. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ആട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു 2 വർഷമായിട്ട് ആട് കൃഷി വരില്ല. കാരണം വെച്ചാൽ 2 എണ്ണത്തിനാണ് പെരുമ്പാമ്പ് പിടിച്ചത്. ഈ അടുത്ത സ്ഥലത്ത് നിന്നാണ് പിടിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കാട് ഇതൊന്ന് തെളിച്ച് കിട്ടിയാൽ തന്നെ ഇവിടെ ഈ ശല്യം ഉണ്ടാകുകയെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വനം വകുപ്പിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വനം വകുപ്പ് ഉണ്ടായിട്ടും അല്ല മുമ്പ് ഇവിടെ വനം ഉണ്ടായിട്ടും ഈ പറഞ്ഞ ശല്യമൊന്നും ഉണ്ടാകാത്തൊരു മേഖലയായിരുന്നു. അത് 60 വർഷത്തോളം ഇവിടെ ഈ ജനവാസം തുടങ്ങിയിട്ട് അന്നൊന്നും ഉണ്ടാകാത്ത ശല്യമാണ് ഇപ്പം ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മാത്രമല്ല, ഈ മേഖല എല്ലാവർക്കും ഉണ്ട്. ഇതിലിപ്പോൾ ആനയുടെ ശല്യമുണ്ട്, കടുവയുടെ ശല്യമുണ്ട്. അതാണ് പുറത്തിറങ്ങി നടക്കാനോ പേടിച്ചിട്ട് ഒന്ന് പകൽ വരെ. കാരണം ഇത് തെളിഞ്ഞ് കിടക്കാത്ത പറമ്പല്ലേ, കാടല്ലേ. ഈ വഴി നടക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറം ഇത് പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് നടന്നു പോകുന്ന ആൾക്ക് അറിയത്തില്ലല്ലോ. അതാണ് പറഞ്ഞത്. പട്ടീനെ ശരിക്കും പിടിച്ച തീയതി 3-ാം തീയതി മാർച്ച് 3-നാണെന്ന് എനിക്ക് തോന്നുന്നത്. ചൊവ്വാഴ്ച വെളുപ്പിൽ. ആദ്യം ഇറങ്ങി വന്നേ? ആദ്യം അവനാ മറ്റേ മൂത്ത അല്ല 2ാമത്തെ മോനായി. ഞാൻ ബഹളം വെച്ചു. ഞാൻ ഈ പട്ടി കടന്ന് കരയെന്ന് വെച്ച് കേട്ടോ ഞാൻ ബഹളം വെച്ച ഉടനെ അവൻ ചാടി ഇറങ്ങി. അതിന് തൊട്ട് പുറകെ ഞാനും ഇറങ്ങിയപ്പോൾ അത് അവിടെയായിരുന്നു. അവരാ നിൽക്കുന്നത് തൊട്ടപ്പുറത്ത്. പട്ടി അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തല്ലേ? പട്ടി ഇവിടെ അവിടെ ആ കുഴിക്കകത്ത് കിടക്കുമായിരുന്നു. അവിടെയായിരുന്നു കെട്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ പച്ചനെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പച്ചനെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബഹളം കേട്ട ഉടനെ അവൻ ആദ്യം ചാടി ടോർച്ചടിക്കും എന്തോ ഒരു സാധനം ഈ പച്ചനെറ്റിൻ്റെ ഉള്ളിൽ കൂടെ അത് തകർത്തുകൊണ്ട് ചാടി. അവിടെ ആ സ്റ്റൂള് കാണുന്നത് തൊട്ടപ്പോൾ അത് കുഴിയാണ്. അവിടെ ഒരു ചാണകക്കുഴി. അത് ആ കുഴിയിലൊരു ഇത്രയും വലിപ്പമുള്ളൊരു പാട് കാണുന്നുണ്ട്. ഉണങ്ങി ചാണകമായതുകൊണ്ട് കൃത്യമായിട്ട് പതിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആ ഭാഗത്തേക്കാണ് പോയത്. കാരണം അത് പോയി ഞങ്ങളിപ്പോൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കി ഇങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് ലേശം കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഒരു മലാൻ കൊക്കുന്ന ശബ്ദം കടിച്ചത്. കടന്നു പോയപ്പം മലാൻ കൊക്കിയതായിരിക്കും. അതാ പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ രാത്രി ഉറക്കോളച്ചൊക്കെ ഞങ്ങൾ ഇരിക്കുന്നത്. ഇപ്പം വരുന്നോടെ നോക്കിയിട്ട്. അതാ പറഞ്ഞത്. അങ്ങനെ ഒരു ജീവിതമല്ല ഇവിടെ. അങ്ങനെ ഒരു ജീവിതമാണ്. വെള്ളമൊക്കെ ഇവിടെ കുറെ മുകളിൽ ഒരു 100-200 മീറ്റർ അപ്പുറത്ത് പോയി. വെള്ളമൊന്നും കുഴപ്പമൊന്നുമില്ല. വെള്ളവും നല്ല വായുവൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമില്ല. മലയാന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ ആ 200 ഏക്കർ എടുക്കുന്നവർ ഇവിടെയുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ള സ്ഥലം എടുത്തിട്ട് ആൾക്കാർ ഒഴിവാക്കട്ടെ. അതല്ലെങ്കിൽ ഇവർ തെളിച്ചിട്ടെ. ഇതൊക്കെ നമുക്ക് പറയാനുള്ളത്. കാരണം ഇതാണ് ഈ സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതാണ് ഇവിടെ ശല്യം കൂടുന്നത്. പഞ്ചായത്തിനോടൊക്കെ പറഞ്ഞു വയ്ക്കോ? പഞ്ചായത്തുകാർ ഞങ്ങൾ വന്നു. അവരിപ്പം എന്ത് ചെയ്യാൻ അവർ തെളിക്കാൻ പറയാമെന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലാതെ അവർക്ക് പഞ്ചായത്തിനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ആ പട്ടീനെ പിടിക്കുന്നത് നേരിട്ട് അതെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ രാത്രിയിൽ പട്ടിയുടെ കാർച്ച കേട്ടോണ്ടാണ്. അന്ന് കറണ്ടില്ലായിരുന്നു. അപ്പോൾ ടോർച്ച് കളിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇവിടെ നിന്ന് കടുവ മറ്റേ പട്ടീനെ ഉപേക്ഷിച്ച് ചാടി ഓടുന്നതാണ് കണ്ടത്. അപ്പോൾ ചാണകക്കുഴിയിലൊരു കാൽപ്പാടുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ വന്നത് നേരിട്ട് കണ്ടല്ലേ? അതെ വരെയുള്ളത് തന്നെയാണ്. വലിയ കടുവയാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ ആനയൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ഫോറസ്റ്റുകാർ വിളിക്കുമോ? എന്താ? ഇല്ല, നിലവിൽ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അവരൊരു 5-6 പടക്കം തരും. അല്ലാണ്ട് അവരെ കൊണ്ടും വേറെ ഇവിടെ നമുക്ക് കാര്യമില്ല. വെച്ചാൽ ആനേനെ ഓടിക്കാനൊന്നും അവർ ഇതുവരെ വന്നിട്ടില്ല. ആനയെ ഓടിക്കുന്ന ഒരു പുതിയ മാർഗമാണ് ഇത്. ഇവിടെ ഒരു ആന ഓടിക്കുന്നത്, അതായത് മൃഗത്തെ നമുക്ക് 2 സൈഡും വീടിന് 2 സൈഡും ഫോൺ അടിക്കുന്നല്ലേ? നമ്മൾ വിറ്റാക്കിയേക്കുന്നതാണ്. അടുത്തുള്ളവരെ അറിയിക്കാനും പിന്നെ നമ്മുടെ ഇതിനെ ഓടിക്കാനുള്ളൊരു ചെറിയൊരു ഫോണല്ലേ? അതെ. ഓഹോ. അപ്പോൾ ഇതിങ്ങനെ ഓണടിച്ചാൽ ഇത് ആന പോവോ? നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഇതിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടം തൊട്ട് ഇപ്പൊ കുറച്ച് ഭാഗം തെളിച്ചിട്ടുണ്ട്. അത് നമ്മൾ തെളിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം 200 ഏക്കറിൽ പെടുന്ന സ്ഥലങ്ങളാണ്. ഇവിടം തൊട്ട് അപ്പോൾ അങ്ങോട്ട് പോവാം. ഇത് നമുക്ക് അത്യാവശ്യം ഒന്ന് വെട്ടം ടോർച്ച് അടിച്ചാൽ തെളിക്കാൻ കാണാൻ വേണ്ടി വല്ല മൃഗം വന്ന് നിന്നാൽ കാണാൻ വേണ്ടി നമ്മൾ തന്നെ ഇപ്പം കുറച്ച് തെളിച്ചാണ്. ഇതെല്ലാം സ്വകാര്യ വ്യക്തികൾ എടുത്തിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതാണെങ്കിൽ മൊത്തം കാടായി കിടക്കുകയാണ്. പണി കിട്ടുവാണെങ്കിൽ ഇങ്ങനെ കിട്ടണം അല്ലേ? അതെ. ഒരു ആന നിന്നാൽ പോലും കാണുമല്ലോ. അതേപോലെ അവർ പറയുന്നത് അവർക്ക് ഇവിടെ നിന്ന് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ കിട്ടണമെങ്കിൽ ഇത് തെളിച്ചെടുത്താലേ കിട്ടുള്ളൂ. കിട്ടിയില്ലേലും അങ്ങനെ ഇടാൻ പാടില്ല. അതെ. ഇപ്പം പഞ്ചായത്തിൽ നമ്മൾ വിവരം അറിയിച്ചപ്പോൾ
പഞ്ചായത്ത് എന്താ പറഞ്ഞേ? പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരെല്ലാം വന്നിരുന്നു. ഇവിടെ വന്നിരുന്നു. നമ്മുടെ ഈ പട്ടിയെ കടുവ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ വന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ തെളിക്കാൻ ആവശ്യപ്പെടാം. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആദായം കിട്ടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ആദായം കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഇവർ തെളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് റബ്ബർ തെളിക്കാത്ത 14,000 റബ്ബറുകളുണ്ട് ഇതുവരെ വെട്ടിയെടുക്കാതെ, ആദായം എടുക്കാത്ത. അതുപോലെ കശുമാവുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുക കേട്ടോ. ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു ഏകദേശ രൂപമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും മലമുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതേപോലെ ഒരു 150-200 ഏക്കർ സ്ഥലമാണ് ഈ കിടക്കുന്നത്. കശുമാവിൻ്റെ ചൂട് മാത്രം ഇങ്ങനെ ആക്കിയിട്ടേക്കുന്നത്. അത് കശുമാവിൻ്റെ ചൂട് മാത്രം തെളിക്കും, ചവിട്ടി ചായക്കി അണ്ടി പറക്കി അവർ പോകും. ഈ റബ്ബറൊന്നും വെട്ടുന്നില്ലല്ലേ? ഇല്ലില്ല. ഇവിടെ നിന്നാൽ നല്ലൊരു കാറ്റാട്ടോ, ഒരു ചൂട് അറിയുന്നില്ല. പക്ഷെ താഴെ ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള സ്ഥലം. സത്യം അടിപൊളി സ്ഥലമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ കിടക്കുന്നത്. അവിടെയൊക്കെ ആന വരൂല്ലേ? അത് വരും. പകലുണ്ടോ? പകലുണ്ടോ? പിന്നെ ഇവിടെ ഒന്നും പേടിക്കണ്ടല്ലോ. അതെ. ആരുടെ ശല്യമില്ല, ആരും ശല്യപ്പെടുത്താനില്ലല്ലോ അല്ലേ? നല്ല കാലാവസ്ഥ. അതെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാട്ടോ നടക്കുന്നത്? നമുക്ക് പിന്നെ ഇതെല്ലാം വല്ല പാമ്പുണ്ടാവോ? ഉണ്ടാവില്ല. പോരെ. അത് സമയം നല്ല ആയതുകൊണ്ടേ. ഇതുപോലെ ആട്ടോ കിടക്കുന്ന പറമ്പ്. നിങ്ങളൊന്ന് നോക്കണേ. ഈ പുല്ലൊന്നും ആന തിന്നിയല്ലോ? ഇല്ലില്ല, തിന്നില്ല. എന്തായാലും ഈ സാധനമൊക്കെ അത് തിന്നുവാണെങ്കിൽ അങ്ങനെയെങ്കിലും തിന്നു പോയനല്ലേ? കാടെങ്കിലും ഒഴിവാക്കി കിട്ടിയാണ്. അതാണ് കർണാടക അല്ലേ? ആ കുന്നിനപ്പുറം കർണാടകയാണ്. ഓഹോ. ഇതെല്ലാം കാണുന്ന ഈ പറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ എപ്പോഴും ആന വരുന്നല്ലേ? വരുന്ന നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും വരുന്നല്ലേ? പിന്നെ നമ്മുടെ എല്ലാം ചെറുപ്പത്തിൽ ആ സ്ഥലത്തൊക്കെ വരുന്നുണ്ടാവൂല്ലേ? ആ ഒരു മണ്ണിളകി കിടക്കുന്നുണ്ടോ ദൂരെ? അതെല്ലാം ആന ഇടിച്ചിറങ്ങുന്ന സ്ഥലങ്ങളാണ്. ഇരുന്ന് ഇറങ്ങി വരുന്നത്. ഞാനത് അങ്ങോട്ട് തോന്നി, അതാ ഞാൻ സൂം ചെയ്ത് അങ്ങോട്ട്. അവിടെ ഒരു വീട് കണ്ടോ താഴെ? അതെല്ലാം താമസക്കാരുണ്ടായിരുന്ന. അവിടെ ഒരു 5-6 വീട്ടുകാരുണ്ടായിരുന്ന ആ ചുറ്റളവില്. അവരുടെ സ്ഥലങ്ങളാണ് ഈ കാണുന്ന മൊത്തം കാട് പിടിച്ച് കിടക്കുന്നത്. എല്ലാവരും ഉപേക്ഷിച്ചു. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ മുകളിലോട്ട് താമസക്കാരുണ്ടായിരുന്നു. ഇവിടെ തെങ്ങൊന്നും കാണാനില്ലല്ലോ? ഇല്ല, എല്ലാം ഒഴിഞ്ഞു വന്നിരിക്കല്ലേ? അതെ. ആ ഒരു തെങ്ങ് അങ്ങനെ അരിയിലെല്ലാം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മുകളിലോട്ട് നല്ല ആദായമുള്ള സ്ഥലങ്ങളായിരുന്നു മൊത്തം ഇവർ എടുക്കുന്ന സമയത്ത്. നമ്മുടെ എല്ലാം ചെറുപ്പത്തിൽ ആ കുന്ന് കണ്ടോ, അതിലേക്ക് ആന എപ്പോഴെങ്കിലും ഒന്ന് വന്നു പോകുന്നാൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടല്ലാതെ ഇങ്ങോട്ട് നമ്മുടെ പറമ്പിലോട്ട് ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ആന പറമ്പിലേ ഉള്ളൂ. എല്ലായിടത്തെ അവസ്ഥ തന്നെ. പറമ്പായിരുന്നല്ലേ? ഈ റബ്ബറിന്റെ എല്ലാം മണ്ണ് നോക്ക്, എന്നാ വണ്ണമുള്ള റബ്ബറാന്ന് നോക്ക്. ഈ ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥർ എങ്ങോട്ടേ എല്ലാം താഴേക്ക് പോയാ? ഇവര് വിറ്റുപോയി. വിറ്റ് ഓരോ സ്ഥലങ്ങളിലൂടെ, പല സ്ഥലങ്ങളിലും ചെമ്പേരി അതുപോലെ അങ്ങാടിക്കട അങ്ങനെ ഭാഗത്തോട്ടെല്ലാം വിറ്റ് മാറിപ്പോയി. മലയോര പ്രദേശത്തെ ഒരു സ്ഥിതി ഇത് തന്നെയല്ലേ? അതെ. അത്യാവശ്യം പിള്ളേരൊക്കെ പുറത്തു പോയി. അതെ. കുറച്ച് പൈസ ആയി കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിൽക്കുക, ഇറങ്ങുക. ഇത് പക്ഷേ ഇത് പറ്റാത്ത ആളുകൾ, ഇത് ഒരു ടീമുകൾ വന്ന് സ്ഥലം എടുത്തായത്. അതായത് പലരല്ല, റിയൽ എസ്റ്റേറ്റാ. അതെ. എന്തോ ക്രഷറിനോ അല്ലെങ്കിൽ ഫാമിനോ അങ്ങനെ എന്തോ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ച് ഇവര് തുടങ്ങി. അപ്പുറത്ത് നല്ല പാറയാണ്. അപ്പൊ ഇപ്പൊ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അതെ. നിലവിൽ പഞ്ചായത്തിൽ നിന്ന് തെളിക്കാനുള്ള പിന്നെ ഇത് മറ്റേ തെളിക്കണമെന്നും പറഞ്ഞ് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സെക്രട്ടറി ഒരു ഉത്തരവ് ഇറക്കിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ചേർന്നൊരു യോഗത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് തെളിക്കണമെന്നുള്ള ഇത്, അടിക്കാട് മൊത്തം വെട്ടണമെന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടറി അതിനുള്ള ഇത് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ കണ്ടതാണേ, കണ്ടോ ഈ മരത്തേൽ എന്തൊക്കെയോ മാന്തിയിട്ട് മരത്തെ കൂടെ കയറിയിട്ടൊക്കെ ഉണ്ട്. പുലിയാണോ മറ്റ് കാട്ടുപൂച്ച പോലെയുള്ള എന്തായാലും ആണോ എന്നറിയത്തില്ല. എന്തായാലും അതിൻ്റെ തൊട്ടിപ്പുറത്തും ഇതുപോലെ മാന്തിയൊരു പാടൊക്കെ കാണുന്നുണ്ട്. ഇത് എന്ത് മരം? അത് വട്ട. പകൽ സമയത്ത് ഇവിടെ ആന വന്നുണ്ടോ? പകൽ സമയത്ത് സന്ധ്യ മയങ്ങുന്നത്, സന്ധ്യ മോളിൽ നിന്ന്. അപ്പോൾ ഈ ചക്കയൊക്കെ പക്ഷേ ആന നമുക്ക് പറമ്പിലൂടെ എല്ലാം പകൽ വരുന്നുണ്ട്. നമ്മൾ വെള്ളം എടുക്കുന്ന ഒലിയിലെല്ലാം വെള്ളം കലങ്ങി വരുമ്പം നമ്മൾ പോകുമ്പോൾ മനസ്സിലാവും അല്ലേ?
ഓ നിങ്ങൾ വെള്ളം എടുക്കുന്ന ഒലിക്കാത്ത ആന വെള്ളം കുടിക്കും. ഒലിയെടുത്ത് ആന വരുന്ന ചവിട്ടി ഇതായി പോകുന്ന. ആണല്ലേ? അതെ, അതൊരു 10-200 മീറ്ററോളം നമുക്ക് കയറി പോകണം. എന്നാലേ ഈ വെള്ളത്തിനാണേലും നിന്ന് പോയാൽ വെള്ളം നിന്ന് പോയാൽ നമുക്ക് തിരിക്കാനും പോകാൻ പറ്റുള്ളൂ. അന്നേരം അത് ഈ പറയുന്ന പോലെ വനത്തിനുള്ളിലോണം പോകാൻ. ഓ ഓ, അവിടുന്നാണ് നിങ്ങളുടെ കുടിവെള്ളം അതെ വരുന്നത്. അതെ അതെ. ഇത് കലക്കി കഴിഞ്ഞാൽ നിങ്ങൾ കുടിക്കാനുള്ള വെള്ളവും കലക്കി പോകും. ഇറങ്ങി പോകും. കിണർ ഇവിടെ കുഴിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കിണർ ആർക്കും തന്നെ ഇല്ല. ഇത് കുളിച്ചിട്ട് കാര്യമില്ല. ആ, കുഴിച്ചാൽ കിട്ടിയതായിരിക്കും. അതെ അതെ അതെ. ഈ ചക്കയൊക്കെ തീർക്കുന്നുണ്ടാവും അല്ലേ? ആ, ചക്ക, കശുവണ്ടി ഇതൊക്കെയാണ് ആന ഇപ്പം വന്നിട്ട് ഇപ്പോഴത്തെ. ഈ ബാക്കിയുള്ള ചക്ക ഇപ്പൊ ഇവിടെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ടോ, അതിങ്ങനെ ഇത് വരും. അടുത്ത ട്രിപ്പ് എന്തായാലും വരും. ആണല്ലേ? ആ, ഒറ്റ ഒരുത്തന് ഒരു കൊമ്പൻ ഒരുത്തൻ തന്നെ നടപ്പുണ്ട്. അവന് പേടിയോ കാര്യങ്ങളോ പടക്കം പൊടിച്ചാലൊന്നും പേടിയില്ല. അവൻ വന്ന് ഇങ്ങനെ ചക്കയിലും പറിച്ച് നമ്മുടെ മുറ്റത്തിന് തൊട്ട് താഴെ വരെ വന്ന് പേടിയൊന്നുമില്ല. അവൻ നമ്മുടെ നേരെ നോക്കി. ഓ, നേരിട്ട് കണ്ടു. ലൈറ്റ് നേരിട്ട് കണ്ടിട്ടുണ്ട്. ലൈറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ പയ്യെ മാറി. വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടോ? ഇല്ല, ഫോൺ വീഡിയോ ഒന്നുമില്ല. അച്ഛാ, ഇവന്റെ ഒച്ച കേൾക്കുന്നത് നമ്മൾ ചാടി പുറത്തിറങ്ങുവാണല്ലോ ഓടിക്കാനുള്ള ഇതിൽ. ആ സമയത്തൊന്നും തോന്നിയല്ല. അതെ അതെ അതെ. അപ്പോൾ അവൻ സാവധാനം പയ്യെ മാറി അങ്ങ് പോകും. പക്ഷേ എന്നാ വെച്ചാൽ ഇന്ന് നമ്മുടെ ഒരു മൃഗത്തെ പിടിച്ചു, പക്ഷെ നാളെ മനുഷ്യരെ പിടിക്കുക ഒന്നും പറയാൻ പറ്റുമല്ലോ. ഇവിടെ ഒറ്റയ്ക്കാട്ടോ താമസിക്കുന്നത്. ഇതാണ് ഇവരുടെ വീട്. നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. 150-200 ഏക്കർ സ്ഥലം ഇങ്ങനെ റിയൽ എസ്റ്റേറ്റുകാർ എടുത്ത് കൂട്ടിയിട്ട് ക്രഷറിന് വേണ്ടി എടുത്ത് അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒട്ടും തെളിക്കാതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ താമസിക്കുന്ന വീട്ടുകാർക്കും ബാക്കി താഴേക്കുള്ള വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവരാണ് ഏറ്റവും ലാസ്റ്റ് വീട് കേട്ടോ. നമ്മളിപ്പോൾ കുറേ ദൂരം 1-2 കിലോമീറ്റർ മുകളിലേക്ക് കയറി വന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഇനിയും ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടെ മുകളിലേക്ക് വരെ വീടുകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒഴിവായി പോയി. ഇപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ ഒരവസ്ഥ. ഈ പറമ്പിൽ കൂടെയൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആന വരുമെന്ന് അവർ പറഞ്ഞു കേട്ടോ. ആനേനെ ഓടിക്കാനായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ ഓരോ പൊടിക്കൈകളൊക്കെയാണ് ഇവർ ഇപ്പോൾ ആനേനെ ഓടിക്കാനൊക്കെ ആയിട്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ആ കാൽപ്പാടുണ്ടായിരുന്ന അതെ, ഇത് നമ്മൾ അവർ പോഷകരെ കാണിക്കാൻ വേണ്ടി മൂടി വെച്ചാണ്. അവർ പറഞ്ഞായിരുന്നു തെളിവ് ഇങ്ങനെ ആരും വന്ന് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചാടി ചാണകുഴിയാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചവിട്ട് പോയതാ. ഇവിടെ പുല്ല് വന്നിപ്പം മൂടിയിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുണ്ടല്ലോ. വലുപ്പമുണ്ട്. കുഴി മാത്രമായി പോയി അല്ലേ? ആ, ഇങ്ങനെ ഇതുണ്ടോ, ഈ ഒരു ചവിട്ടാണ് വന്നേക്കുന്നത്. ഏകദേശം ഇത്ര നീളല്ലേ? അതെ അതെ അതെ. ഈ ചാണകം വീണുകൊണ്ട് നമുക്ക് ഈ ഒരു കൂട്ടിലായിരുന്നു മറ്റേ നമ്മളിപ്പോൾ ഉള്ളിൽ നിന്ന് കണ്ട ആ ഒരു പട്ടി കിടന്നിരുന്നത്. അപ്പോൾ അതിനെയാണ് കടുവ പിടിച്ചത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നല്ലേ? ആ, രണ്ടുപേരും ഒന്നിച്ചാണ്. അപ്പോൾ ഒരാൾ മാത്രം. അപ്പോൾ ഇവർ എന്തായാലും ഇങ്ങനെ കിടക്കും കേട്ടോ. ഇവർക്ക് വേണ്ടി ഒരു കൂട് ഞങ്ങൾ പണിയാൻ തീരുമാനിച്ചു. ഏകദേശം അതിൻ്റെ ഒന്നും ആവശ്യം ഈ നാട്ടിലില്ലായിരുന്നു. നിലവിൽ ഒന്നും ഒരു ഇങ്ങനെ അല്ലേ നാട്ടുപ്രദേശങ്ങളിലൊന്നും ആരും പട്ടീനെ കൂട്ടി വളർത്താറില്ല. ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഇപ്പം നമ്മളിതാ കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പ് മേടിച്ചു കൊണ്ടുവന്നേക്കുന്നത്. കൂടുണ്ടാക്കാൻ ഇപ്പം 10-15,000 രൂപ മുകളിൽ അതിനുമായി. ഇപ്പം പട്ടി ചികിത്സന് ഏകദേശം 10,000 രൂപയോളമായി. എന്തായാലും അവൻ ഉഷാറായി. അതാണ് നമ്മുടെ സന്തോഷം. നമ്മൾ നേരത്തെ ഇവരുടെ വീട്ടിലെ അങ്ങോട്ട് മുകളിലേക്ക് 2 കിലോമീറ്റർ വഴിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു വഴിയാണിത്. നമ്മളിതിലെ ഒരു ഇച്ചിരി ദൂരം പോയി നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. പക്ഷെ ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ടല്ലേ? അതന്നെ അവരുടെ വണ്ടിയാ? ഈ സ്ഥലത്തിൻ്റെയാ? ഈ പ്രാവശ്യം തേങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ എടുക്കാൻ വേണ്ടി വന്നതാണ്. അതിന് വേണ്ടി അവർ തെളിച്ചിട്ടേക്കുന്നതായിരിക്കും. പൊളിഞ്ഞു പോയതാണ്. എല്ലാം ഒഴിവാക്കി പോയതല്ലേ? കണ്ടു വീടിൻ്റെ ആവശ്യസ്ഥ മാത്രമല്ല. മുമ്പിൽ കാണുന്ന റബ്ബർ തോട്ടമാണ്. അതിനകത്ത് റബ്ബർ കാണിച്ചു തരാമോ? അതാണ് അവസ്ഥ. ഇതവർ തേങ്ങയൊക്കെ പറിക്കാൻ വേണ്ടി മാത്രം വഴി മാത്രം വണ്ടി പോകാൻ വേണ്ടി തെളിച്ചു. പോകുന്ന വഴിക്കൊക്കെ ഓരോ പാടുകളുണ്ടല്ലേ? വേനൽക്കാലല്ലേ ഇങ്ങനെ കാണാം. വെള്ളം കുടിക്കാൻ ഓരോന്ന് വരും. ഇങ്ങനെ ഇറങ്ങുന്ന പോത്താന്നോ മലാന പോത്തോ മലാന അല്ലേ? ചവിട്ടുണ്ടോ മലാന? മാൻ ഇതെല്ലാം പറമ്പുകളായിരുന്നു അല്ലേ? കാട് പിടിച്ചൊരു പരുവത്തിനായില്ല. എന്ത് നല്ല സ്ഥലങ്ങളാണ് നോക്കുക. കയ്യാലെല്ലാം കെട്ടി നല്ല അടിപൊളിയായിട്ട്. പഴയ ആൾക്കാർ എത്ര നാളായി ഇവർ സ്ഥലം മേടിച്ചിട്ട്? 15 കൊല്ലമായി. 15 കൊല്ലമായില്ലേ? 15 കൊല്ലമായി. പോസ്റ്റ് ഒടിഞ്ഞു പോയില്ലേ? പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട്. 1 അല്ല 2 ഒടിഞ്ഞിട്ടുണ്ടാവും.
ശരിയാണല്ലോ. പിണ്ടം എന്തോ ഇത് ചെട്ടിയാണെന്ന് ഏൽപ്പിച്ചേട്ടോ. ഇതിലൊക്കെ വരുന്നല്ലേ ആന ചായച്ചിട്ടേക്കുന്ന അവിടെ മാവെല്ലാം മറിച്ചിട്ടേക്കും. കണ്ടു പുതിയല്ലേ? പുതിയ ഇവിടെ വരെ മതി. ഇനി റിസ്ക് അല്ലേ? ഇനി അങ്ങ് മുകളിലോട്ട് കിടക്കുവാണ് സ്ഥലം. പറമ്പുകളാണ്, റബ്ബർ തോട്ടങ്ങളൊക്കെ ആണിത്. അതെ അതെ. ഇതേ ലൈനിങ്ങിന് ചാടിപ്പോയല്ലോ, വീണ് പോയല്ലേ? ആ ഇവിടെ മുകളിലേക്കൊക്കെ ഇതുണ്ട് അവിടെ വീടുണ്ട്. മുകളിലേക്കൊക്കെ കറണ്ട് ഉണ്ടായിരുന്നല്ലേ? ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ പോകണം മുകളിലോട്ട്. ആണല്ലേ? ഇത്രയും ഉണ്ടായിരുന്നു അല്ലേ? അല്ല റബ്ബർ തോട്ടം മുകളിലോട്ടെല്ലാം കാണുന്നില്ല. എന്നിട്ടാണ് ഇവര് പറയുന്നത് ഇവർക്ക് ആദായമില്ല. ഈ അവരുടെ ഈ 150 ഏക്കർ കഴിഞ്ഞിട്ട് മുകളിലേക്ക് ആരുടെയും സ്ഥലമുണ്ടോ? ഇല്ലില്ല, ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് ആണല്ലേ? അപ്പോൾ അവർ ആ ഫോറസ്റ്റ് ചേർത്താൻ മേടിച്ചേക്കാം. അതെ അതെ അതെ, ഫുള്ള് അത് തന്നെ വായിക്കും. അതിൻ്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? അതെ. അവരെന്ത് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ കളിതട്ടുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വന്നു. കുറേ അധികം സമയം ഞാനിപ്പോൾ ഇതിനെയൊക്കെ നടന്നു കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു കുറച്ച് സമയം കൊണ്ട് കണ്ട വീഡിയോ, 20 അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് കണ്ട വീഡിയോ ഒരു 3-4 മണിക്കൂർ എടുത്ത് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. കുറേ നടക്കാനുണ്ടായിരുന്നു, എല്ലാവരും നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിലുള്ള ആളുകൾക്ക് പറയാനുള്ളതും ഇവരുടെ പ്രശ്നങ്ങളും അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, അവരാരോടും പരാതിപ്പെട്ടിട്ടും കാര്യമില്ലെന്ന് അവർക്കറിയാം. അവരാരോടും പരാതിപ്പെടുന്നില്ല. പക്ഷേ അവരുടെയൊക്കെ ജീവിതം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. ഞാനും പണ്ട് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ എൻ്റെ തറവാടും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് കുന്ന് മലമ്പ്രദേശത്തുള്ള ആളുകൾ, മലയോര മേഖലകളിലുള്ള ആളുകളുടെ ജീവിതമൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടാണ്, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നിന്ന് കഴിഞ്ഞാൽ ഒരു ചൂട് പോലും എടുക്കില്ല. പക്ഷേ നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെ എല്ലാ ചൂടും നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ മുകളിൽ AC ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ വെള്ളമാണേലും അടിപൊളിയാണ്, വായുവാണേലും അടിപൊളിയാണ്. ജീവിതം വളരെ മോശമാണ്. ഇതാണ് വാണിപ്പാറ കളിതട്ടുംപാറയിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.